നമസ്കാരം. ഇന്നത്തെ ഈ തിരുവോണ ദിനത്തിൽ നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി വി അബ്ദുൽ റഹ്മാൻ സാറാണ്. കൂടാതെ നമ്മുടെ നാടിൻ്റെ ശുചിത്വ സംവിധാനത്തിന് ചുക്കാൻ പിടിക്കുന്ന ഹരിത കർമ്മസേനയിലെ ഹരിത സേനാ അംഗങ്ങളുമാണ്. കുറച്ചു നേരം നമ്മൾക്ക് ഇവരുടെ കൂടെ ഇവിടെ സൗഹൃദം പങ്കിടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സർ, ഇന്നത്തെ ഈ തിരുവോണ ദിനത്തിൽ ഹരിതകർമ്മസേനയിലെ അംഗങ്ങളുടെ കൂടെയാണ് സാറ് സൗഹൃദം പങ്കിടാൻ എത്തിയിരിക്കുന്നത്. സാറിന് ഇവരുടെ അടുത്ത് എന്താണ് സംസാരിക്കാൻ ഉള്ളത്? കേരളത്തിൻ്റെ അഭിമാനമാണ് കേരളത്തിൻ്റെ ഹരിതകർമ്മസേന. കാരണം ഒരു കാലത്ത് കേരളത്തിൻ്റെ തെരുവോരങ്ങളായാലും ജലാശയങ്ങളായാലും ഒക്കെ തന്നെ മാലിന്യം കുമിഞ്ഞുകൂടി നമ്മുടെ നാട്ടിലെത്തുന്ന അതിഥികളായാലും നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, കേരളം ഇങ്ങനെ മാലിന്യം കൊണ്ട് നശിക്കുന്നു, ധാരാളം രോഗങ്ങളുണ്ടാവുന്നെല്ലാം വലിയ തോതിലുള്ള ഒരു പ്രചരണമായി. നമ്മുടെ സംസ്ഥാനത്തിൽ കഴിഞ്ഞ 9 വർഷമായി ഈ ഒരു മേഖലയിൽ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചു. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം എന്നൊരാശയം നമ്മൾ മുന്നോട്ട് വെച്ചു. നമ്മുടെ ജലാശയങ്ങൾ മാലിന്യമുക്തമാണ്, നമ്മുടെ തെരുവുകൾ മാലിന്യമുക്തമാണ്. അപ്പോൾ ഈ മാലിന്യം ഉറവിടത്തിൽ തന്നെ നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഉറവിടങ്ങളിൽ തന്നെ അത് കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഹരിതകർമ്മസേന എന്നൊരു ആശയം തന്നെ വരുന്നത്. പക്ഷേ അതിന് മുമ്പത്തെ ഒരു കാര്യം കൂടി ഇതിൽ നമ്മൾ ആലോചിച്ചു. കേരളത്തിൽ സ്ത്രീ സമത്വത്തിനും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയ ഒരു സംവിധാനമാണ് കുടുംബശ്രീ. കുടുംബശ്രീയിലൂടെയാണ് ലോകത്തിൽ ആദ്യമായി സ്ത്രീകൾക്കുള്ള സ്വന്തമായി അവർ സാമ്പത്തിക സ്രോതസ് ഉണ്ടാകുന്ന രീതിയിലൊരു സംഘടന ഉണ്ടാകും. അത് ഇന്ന് രാജ്യത്തിന് തന്നെ അഭിമാനമാണ്. ലോകത്തിലെ പല രാജ്യങ്ങളും ഇത് പഠിക്കാൻ ഇവിടെ വരും. ഈ ഹരിതകർമ്മസേനയും അതേപോലത്തെ ഒരു സംവിധാനം തന്നെ. ഇവിടെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെയുള്ള നമ്മുടെ സഹോദരിമാർക്ക് അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിലുണ്ട്. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് മാത്രമല്ല അവരെ നമ്മൾ എടുത്തിട്ടുള്ളത്. മാലിന്യ നിർമ്മാർജ്ജനം ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളിതിലെ കണ്ടിട്ടുള്ളത് കൂടുതൽ തൊഴിലവസരങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് കൊച്ചിയിൽ നടന്ന ഒരു സെമിനാറിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു. രാജ്യത്തു നിന്നും വിദേശത്തു നിന്നുള്ള 435 കമ്പനികൾ അതിലുണ്ട്. അതിലെടുത്ത മറ്റൊരു തീരുമാനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം ഏറ്റവും കൂടുതൽ ജോലികളുണ്ടാകും. എത്രയാണോ 1,29,00,000 നമ്മളിപ്പോൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അത്രയും പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെ പഠിച്ചു വന്നവർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക. അവിടെയും നമ്മൾ ശ്രദ്ധിച്ച് തൊഴിലവസരങ്ങളാണ്. അപ്പോൾ ഹരിതകർമ്മസേന എന്നുള്ളതിൽ മാലിന്യം നിർമ്മാണം ചെയ്യുക എന്നതിലപ്പുറം ഒരു തൊഴിലിലേക്ക് അവരെ കൊണ്ടുവരിക. ഏത് തൊഴിലും നമുക്ക് അനുയോജ്യമാണ്, ചെയ്യണം എന്നുള്ള പൊതുവികാരമാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നും വിദേശത്ത് പോകുന്ന ധാരാളം ആളുകളുണ്ട്. അവരെല്ലാം ചെയ്യുന്ന ജോലി വിധങ്ങളായ ജോലികളാണ്, ഇത്തരത്തിലുള്ള ജോലികളാണ്. മുൻകാലങ്ങളിൽ ഇവിടെ നിന്നും ലേബേഴ്സായി പോയുള്ള ധാരാളം വിദേശി രാജ്യത്ത് പോയവരുണ്ട്. അവിടെ എല്ലാം തന്നെ ചെയ്തിരുന്നത് ഇതായിരുന്നു. ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഇപ്പം നോളജ് ലേബേഴ്സായി നമ്മുടെ എക്സ്പോർട്ട്. അപ്പോൾ ഹരിതകർമ്മസേനയുടെ കൂടെ അവരെ കൂടെ ഒന്നിച്ചിരിക്കുക എന്നാൽ ഞങ്ങളൊക്കെ ഏറെ അഭിമാനമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ മഹത്വം എന്നുള്ളത് തെളിയിച്ചതാണ് അവർ. നാലപ്പുഴത്ത് കിടക്കുന്ന ഇടങ്ങളല്ല ഇപ്പോൾ. കേരളത്തിലെ
കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാറശാല വരെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വഴിയോരങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണണം, നമ്മുടെ പുഴയോരങ്ങൾ കാണണം. മാലിന്യം കുമിഞ്ഞുകൂടുന്ന ഇടങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഉദാഹരണം പറയാം, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ആനക്കോട്ട എന്ന് പറയുന്ന സ്ഥലമാണ്, അതിൻ്റെ അടുത്ത് ശവക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ മാലിന്യം അടിഞ്ഞുകൂടിയത്. ഇന്നവിടെ ഒരു വലിയ പാർക്കാണ്, അവിടെ കുടുംബശ്രീ ഹോട്ടലുണ്ട്. അവിടെ പോയി ആദ്യം ഭക്ഷണം കഴിക്കണം, പക്ഷെ അവിടെ മാലിന്യം സംസ്കരിക്കുന്നുണ്ട്. ആ സംവിധാനത്തിൽ അത്രയും മാറ്റം കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് ഹരിതസേനയുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. തൊഴിലോടൊപ്പം തന്നെ അവർ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ നാടിനെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. വൃത്തിയായി സൂക്ഷിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഓണത്തിന് നമുക്കുള്ളൊരു പ്രത്യേകതയായി ഇവരോടൊപ്പം ഇരിക്കുമ്പോൾ, ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. TCVയിൽ ഇത് ഫോക്കസ് ചെയ്ത് തന്നെ ഹരിതകർമ്മസേനയുടെ ഇപ്പോൾ സാർ പറഞ്ഞ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരിൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഈ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയാക്കൽ മാത്രമല്ല, അതിൽ കൂടുതൽ മറ്റുള്ള കാര്യങ്ങളിലേക്കും കൂടെ അവർ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ഒരു ജോലി, നിങ്ങൾ ചെയ്യുന്ന ഈ ജോലിയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സാർ പറഞ്ഞത് കേട്ടല്ലോ, ഗവൺമെൻറ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സംരംഭം എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് സാർ പറഞ്ഞു. ഇനി നിങ്ങളതിനെ എങ്ങനെയാണ്, നമ്മളെല്ലാ ജോലിയും ആസ്വദിച്ച് ചെയ്യുന്ന ആളുകളാണ്, അങ്ങനത്തെ ജോലികൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ആ ജോലിയെ, ഈ ജോലിയെ അങ്ങനെയാണോ കാണുന്നത് എന്നുള്ള ആർക്കെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ജോലിയെ കാണുന്നത്. അത്രയും ആത്മാർത്ഥതയോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ തിരൂർ നഗരസഭയിലുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ എന്താണ് ഈ ഇതുണ്ടായിട്ടുള്ളത്? ആരെങ്കിലും സംസാരിക്കാൻ? മാഡം, ഞാൻ ഈ ഹരിതകർമ്മസേനയ്ക്ക് വന്നത് വേറൊരു ജോലി കളഞ്ഞിട്ടാണ്. കാരണം നല്ലൊരു ജോലിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. കാരണം നമ്മളെ നാട് മാലിന്യമുക്തമാക്കുക എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഒരു ജോലി കളഞ്ഞിട്ട് ഈ ഹരിതകർമ്മസേനയിലേക്ക് വന്നത്, അഭിമാനത്തോടു കൂടി. ഇപ്പോൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ സ്വന്തം അവരുടെ വീട് മാതിരിയാണ് അവർ സ്വീകരിക്കുന്നത്. കാരണം അവരുടെ നാടും വീടിൻ്റെ പരിസരങ്ങളും വൃത്തിയാവുന്നത് അവർക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം ഞങ്ങൾക്കും അതിൽ വലിയ അഭിമാനമാണ്. കാരണം എന്താ, ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പം തന്നെ അവർ ഞങ്ങളോട് ആദ്യം തന്നെ പറയണത്, നിങ്ങൾ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് മതി ഇത് എടുക്കാൻ. അത്രയും കെയർ ചെയ്തിട്ടാണ് ഞങ്ങളെ അവർ നോക്കുന്നത്. അതിൽ വലിയ അഭിമാനമാണ് ഞങ്ങൾക്ക്. ഒത്തിരി സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഈ ഒരു ജോലി ഗവൺമെൻറ് ഞങ്ങൾക്ക്, ഈ ഒരു ഹരിതകർമ്മസേനയെ ഞങ്ങളെ സൃഷ്ടിച്ചത് തന്നെ ഗവൺമെൻറ്റിനോട് ഒരുപാട് നന്ദി അതിൽ ഞങ്ങൾ പറയുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഇന്ന് ഇപ്പോൾ ഈ തിരുവോണ നാളിൽ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് നിങ്ങളുടേതായ കാര്യങ്ങൾ പറയാനും ഒരു സൗഹൃദം പങ്കിടുക എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ പറയാനുള്ളത് വെച്ചാൽ അതൊക്കെ നിങ്ങൾ ഇവിടെ നമുക്ക് എല്ലാവരുടെ ഇടയിലൊന്ന് ഷെയർ ചെയ്യാം. സാറിനോട് സംസാരിക്കാം. ഞാനൊരു കാര്യം ചോദിക്കാം. ഒരു സിനിമ ഉണ്ടായിരുന്നു ഇടക്കാലത്ത് ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട്. ആ സിനിമയിലുള്ള ധാരാളം കാര്യങ്ങൾ, അത് ആ സിനിമ ഒരു അനുഭവത്തിൽ നിന്നുണ്ടായൊരു സിനിമയാണ്. അതിൽ യഥാർത്ഥമായി സംഭവിച്ച കാര്യങ്ങളുണ്ടായി. ഒരു സത്യസന്ധമായുള്ള ഒരു കഥയാണ്. അതിനെ സിനിമയായിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ധാരാളം മുഹൂർത്തങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലുള്ള പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയ കാര്യങ്ങളോ. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളിൽ നിങ്ങൾ ഈ ഒരു കളക്ഷൻ ടൈമിൽ ഒക്കെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മ, അതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കുടുംബത്തിലെ അംഗങ്ങളെക്കാൾ ബന്ധമുള്ളവരാണ് നിങ്ങൾ. അത്രയും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അത്രയും ആത്മാർത്ഥമായുള്ള സ്നേഹവും തമ്മിൽ പുലർത്തുന്നതാണ്. ആ ഒരു മാറ്റം, ഇപ്പോൾ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം നമ്മൾ പ്രഖ്യാപിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിലപ്പുറം നിങ്ങൾക്ക് ഹരിതകർമ്മസേനയുടെ വരവോടുകൂടി, ഇപ്പോൾ കുടുംബശ്രീ പോലെ തന്നെ വന്ന സമയത്ത് ഈ ഒരു സൗഹൃദ ബന്ധം നിങ്ങളുടെ ജീവിതത്തെ എത്ര കണ്ട് സ്വാധീനം. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ പരസ്പരം ആശ്രയിക്കാം, പരസ്പരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം. ചിലപ്പോൾ വീട്ടിലെ സംസാരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല സ്നേഹബന്ധമാണ്
ഇതിൽ നിന്ന്. അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയും ഇതിൽ? ഇപ്പം നിങ്ങളുടെ ഈ ഒരു യാത്രയിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ടാവും. ധാരാളം ഉണ്ടല്ലോ. അത്തരത്തിൽ നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്? ഞങ്ങൾ ഹരിതകർമ്മസേനയിൽ വന്ന സമയത്ത് അത്ര അധികം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാവരും കൂടി ആയിട്ട് നല്ല ഇഷ്ടത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇപ്പോൾ കൂട്ടത്തിൽ നമുക്ക് എന്ത് പറയാനും കൂട്ടത്തിൽ ഒരാളുണ്ട് എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ട്. ഇപ്പോൾ എവിടെ പോവുകയാണെങ്കിലും ഞങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിക്കാൻ ഹരിതകർമ്മസേന കൂട്ടുണ്ട് എന്നുള്ളൊരു സമാധാനമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ വാർഡുകളിൽ പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കൂടെ നിൽക്കാനുള്ളത് ഹരിതകർമ്മസേനയാണ്. നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കണ്ടാൽ നമുക്ക് കൂട്ട് വിളിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ. എനിക്ക് ഒരനുഭവം പറയാനുണ്ട്. ഞങ്ങൾ പിന്നെ വാർഡുകളിൽ നിന്ന് എടുത്ത സാധനങ്ങളിൽ ഞങ്ങൾക്കൊരു സാധനം കിട്ടി, ഒരു ഗോൾഡ്. സത്യത്തിൽ പിന്നെ അതൊരു പാവപ്പെട്ട വീട്ടിലത്തെയായിരുന്നു. അത് ഞങ്ങൾ റിജക്റ്റായിട്ട് കളയേണ്ട ഒരു സാധനം ഞങ്ങൾ വീണ്ടും ആ ചാക്കെടുത്ത് നോക്കി അതിനകത്തു നിന്നൊരു ഗോൾഡ് റിങ് കിട്ടുമായിരുന്നു. അത് ഞങ്ങൾ പറ്റ പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവർക്ക് അത്രയും ഞങ്ങൾ എന്നിട്ട് അത് പഞ്ചായത്തിൽ ഏൽപ്പിച്ച് പഞ്ചായത്തു നിന്ന് അവരെ കണ്ടെത്തി ഞങ്ങളത് തിരികെ ഏൽപ്പിച്ചൊരു അനുഭവം കൂടിയുണ്ട് ഞങ്ങൾക്ക്. പിന്നെ അതേമാതിരി പൈസ കിട്ടിയിട്ട് അത് വാർഡുകളിൽ നിന്ന് സെഗ്രിഗേഷൻ ചെയ്യുമ്പം ഞങ്ങൾക്ക് കിട്ടിയത് അത് വീടുകളിൽ കൊടുത്തൊരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ളൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാത്ത പേരാണ് ഒരുപാട് പേര് ഞങ്ങൾ ഹരിതകർമ്മസേനയിൽ ഉണ്ടായിരുന്നത്. വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോവാത്തവർ. പക്ഷേ അവർക്ക് ഇപ്പോൾ ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഓരോ വീട്ടിൽ നിന്നുള്ള അനുഭവങ്ങൾ, കാരണം അവർ തന്നെ പറയും സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇങ്ങനെയൊന്നും ശരിക്കും സത്യത്തിൽ ഇങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം ഹരിതകർമ്മസേനയിൽ ആയതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് ഈ അനുഭവങ്ങൾ വരുന്നത്. ഇതിൽ ഓരോരുത്തർക്കും ഞങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഓരോരുത്തരും ഈ പറയുന്ന അനുഭവങ്ങൾ വന്നത്. അതിൽ ഓരോ വീടുകളിൽ നിന്ന് തന്നെ അവരുടെ കുടുംബകാര്യങ്ങൾ വരെ നമ്മളോട് സംസാരിക്കുന്ന ഒരു രീതി വരുന്നുണ്ട്. കാരണം അത്രയും ഞങ്ങളൊരു കുടുംബത്തിലെ അംഗമായിട്ടാണ് അവർ ഇപ്പം ഞങ്ങളെ കാണുന്നത്, ഹരിതകർമ്മസേന അംഗങ്ങളെ. അങ്ങനെയൊന്നല്ല വിളിക്കുക, നല്ലൊരു പഞ്ചായത്തിൽ നിന്ന് ചേച്ചിമാർ വരുന്നുണ്ട്, അല്ല വേറെ അങ്ങനെയൊന്നുമില്ല. നല്ലൊരു രീതിയിലാണ് അഭിമാനത്തോടു കൂടി. സത്യം പറഞ്ഞാൽ അഭിമാനം തന്നെയാണത്. കാരണം എവിടെയും ഞങ്ങൾക്ക് കയറി ചെല്ലുമ്പോൾ ഒരു നല്ലൊരു ഇതാണ് കിട്ടുക. ഹരിതകർമ്മസേന അംഗം എന്നുള്ള ഒരു രീതിയിൽ നല്ലൊരു അനുഭവമാണിത്. സാറ് പറഞ്ഞതുപോലെ വനിതകൾക്ക് ജോലി ആയി എന്നുള്ളതാണ്. അകത്തളത്ത് ഇരുന്നവരൊക്കെ പുറത്തിറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങി, സ്വയം ഒരു വരുമാനം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവരുടെ പ്രാരബ്ധങ്ങൾ തീർക്കാൻ കഴിഞ്ഞു സത്യത്തിൽ ഇതിൽ വന്നതിന് ശേഷം. അതൊന്നും കിട്ടാതെ ഇരിക്കുകയല്ലായിരുന്നോ? കാരണം കുടുംബശ്രീ ഉണ്ടെന്ന് പണ്ട് കാര്യമില്ല. കുടുംബശ്രീയിൽ നമ്മൾ പൈസ എടുക്കാനും ലോൺ എടുക്കാനും ഇതിനെ മാത്രം, അത് ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് മേടിച്ചടക്കുകയും ചെയ്യണം. ഇതിപ്പോൾ അതല്ല, സ്വന്തമായിട്ട് ഒരു വരുമാനം കണ്ടെത്തി അതിൽ നിന്നും അവര് ആനന്ദം കണ്ടെത്തുന്ന സത്യത്തിൽ അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർക്ക് മേടിക്കാൻ കഴിയുന്നുണ്ട്. അത് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ മേടിക്കേണ്ട അവസ്ഥ വരുന്നില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് എന്ത് വേണം അത് നമുക്ക് മേടിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. എല്ലാം അവർ ഇടപെട്ടിട്ട് ഇപ്പൊ അവർ തന്നെ ചെയ്യുന്നു സ്വന്തമായിട്ട്. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ആദ്യമൊക്കെ നമുക്ക് ഭർത്താക്കന്മാരെ കൊണ്ടുതരും. ഇപ്പം അവർ തന്നെ കടയിൽ പോയിട്ട് അവർക്ക് ശമ്പളം കിട്ടുമ്പോൾ ആ സാധനങ്ങൾ മേടിച്ച് വീടുകളിലേക്ക് വരുന്നതും ഒക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണത്. അതിൽ ഒരുപാട് ഇതിൽ കാണേണ്ടത് ഈ സ്ത്രീകൾക്ക് വീട്ടിൽ അകത്തളങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരിമാർക്ക് സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭ്യമായി എന്നുള്ളതാണ്. ഒരു ഗൃഹനാഥനെ മാത്രം ആശ്രയിച്ചിരുന്ന നിരവധി ആളുകൾ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായി തന്നെ കുടുംബത്തിനെ പോറ്റാമെന്നുള്ള ധൈര്യമുണ്ട്. ഈ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ദൃഢമായുള്ള നിശ്ചയം ഉണ്ടാക്കാൻ കഴിയും. ഞങ്ങൾക്ക് കഴിയും എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കണം. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന മറ്റൊരു ഇതിൽ നമുക്ക് കാണാം, ഹരിതകർമ്മസേനയിൽ നിന്നുള്ള അനുഭവങ്ങൾ അവരെ മറ്റു മേഖലയിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറേ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ടൗണുകളിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പോൾ അവർക്ക് നാളെ തോന്നുകയാണ് എനിക്ക് എന്തുകൊണ്ട് ചെറിയ സംരംഭം തുടങ്ങിക്കുക. എല്ലാ അനുഭവങ്ങളും അവരിലുണ്ട്, പാഠങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് മാറും. ഇത് മാറി വരാൻ ഇനിയും ധാരാളം സാധ്യതകൾ. ഇപ്പോൾ ഇവരെടുക്കുന്ന ഈ വേസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ
ഇത്തരം കാര്യങ്ങളിൽ നിന്നുള്ള പ്രോസസ്സിങ്ങിന് പോകുന്നുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടാണ് ഇപ്പോൾ ബക്കറ്റുകളൊക്കെ നിർമ്മിക്കുന്ന 2-3 കമ്പനികൾ ഇപ്പോൾ കേരളത്തിൽ വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ പോവുകയാണ്. ഇതിൻ്റെ അടുത്ത ഘട്ടം അതാണ്. അപ്പോൾ ഇത് ഈ മാലിന്യ സംഭരണം ഇപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വലിയ കമ്പനികൾ അതിനെ ഉപയോഗപ്പെടുത്തുക. ഇത് ചെറുകിട വ്യവസായമായി തന്നെ നമ്മുടെ സഹോദരിമാർക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് അപ്പോൾ അതിൻ്റെ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുക. അതിൽ വലിയ മാറ്റം ഉണ്ടാവും. വില്ലേജ് തലത്തിലുള്ള ചെറിയ സംരംഭങ്ങൾ, പഞ്ചായത്തിലുള്ള സംരംഭങ്ങൾ, അവിടെ നിന്ന് റോ മെറ്റീരിയൽ ഉണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്ന് വരുന്ന റോ മെറ്റീരിയൽ ഒരു ക്യാപ്സ്യൂളാണ്. ആ ക്യാപ്സ്യൂൾ കൊണ്ട് ആണ് ഇത്തരത്തിലുള്ള ഈ ബക്കറ്റ്, പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതെല്ലാം ഉണ്ടാക്കും. അങ്ങനെയുള്ള ധാരാളം ബിസിനസ്സുകൾ അനുബന്ധമായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഇത് മാറും. ഇവരെന്നും ഹരിതകർമ്മസേന എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇവർ പുതിയ മേഖലയിൽ വരുമ്പോൾ പുതിയ ആളുകൾ ഇതിൽ വരും. അങ്ങനെ ഒരു മാറ്റമുണ്ടാവും. ഇപ്പോൾ കുടുംബശ്രീ നോക്കൂ. കുടുംബശ്രീയുടെ ബ്രാൻഡുകൾ മുമ്പ് വളരെ ചെറിയ ബ്രാൻഡുകളിൽ കടലാസിലൊക്കെ പൊതിഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ ഉപയോഗിക്കുന്ന അതേ പാക്കിൽ ഇന്ന സാധനങ്ങൾ ലഭ്യമാണ്. ഇപ്പോൾ കുടുംബശ്രീ മേളകൾ ഓണമായിട്ട് നടക്കലില്ല. ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കൂ നിങ്ങൾ. അന്ന് ഇത് തുടങ്ങുന്ന അവസരത്തിൽ വളരെ എല്ലാവർക്കും എന്താവുമെന്നൊരു തോന്നലായിരുന്നു. ഇപ്പോൾ വലിയ ഷോപ്പിംഗ് സെല്ലിംഗ് സംവിധാനമുണ്ടായി, മാർക്കറ്റിങ്ങിന് സംവിധാനമുണ്ടായി, ആ പ്രൊഡക്റ്റുകൾ ഏറ്റവും ക്വാളിറ്റി ഉള്ളതായി. അതോടൊപ്പം തന്നെ കണ്ടാൽ തന്നെ ഇത് വാങ്ങുന്ന രീതിയിലേക്ക്. അപ്പോൾ ഏറ്റവും നല്ല പാക്കിങ്ങിൽ അട്രാക്റ്റീവ് ആകുമ്പോൾ അതിൻ്റെ അടിയിൽ കുടുംബശ്രീ നേടുമ്പോൾ ഒന്നുകൂടി ഇടും. ആ ഒരു രീതിയിലേക്ക് കേരളത്തിൽ നമ്മൾ മാറിയിട്ടുണ്ട്. അതേ ഒരു അനുഭവം തന്നെയാണ് ഇവരിലും ഇനി വരാൻ പോകുന്നത്. ഈ മാറ്റം നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ മുമ്പൊക്കെ തന്നെ ഒരു മിനിമം ഫീ കൊടുക്കുമ്പോൾ വലിയ തോതിലുള്ള ആളുകൾക്കൊരു വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ അഡീഷണൽ പൈസ കൊടുക്കുന്ന കാര്യത്തിൽ അത് മുന്നിൽ വരിക. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിലധികം പല ഹരിതകർമ്മസേനകൾ പങ്കുവെച്ച കാര്യങ്ങൾ ചില വീടുകളിൽ അവർ സ്വകാര്യമായി തന്നെ അവർക്ക് പണം കൊടുക്കും. ധാരാളം ആളുകൾ ഏതെങ്കിലും വിഷമങ്ങളിൽ ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ അങ്ങനെ വലിയൊരു ബന്ധം, ആത്മബന്ധം ഓരോ തലങ്ങളിലും ഇവർക്ക് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇവർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഈ തൊഴിലപ്പുറം എന്തിനുമുള്ളൊരു ധൈര്യം. എൻ്റെ നാട്ടിലൂടെ നടക്കുമ്പോൾ എനിക്കുള്ള തരും. മുമ്പൊക്കെ തന്നെ ഇവരൊക്കെ പോകുന്ന സമയത്ത് ആരെയും നോക്കുകയൊന്നുമില്ല. അങ്ങനെ അവരുടെ ജോലി കഴിഞ്ഞ് വരിക, അല്ലെങ്കിൽ ആശ്രയം എന്നുള്ളൊരു ആശ്രയിക്കുക, എല്ലാത്തിനും ആശ്രയിക്കലായിരുന്നു. ഇപ്പോൾ ഭർത്താവിനെ ആശ്രയിക്കുക, അല്ലെങ്കിൽ അച്ഛനെ ആശ്രയിക്കുകയൊക്കെ. ഇപ്പം അതല്ല. അത് വലിയ മാറ്റമല്ലേ? വലിയ മാറ്റമാണ്. എന്താണ് ഈ ഒരു സംവിധാനം നിലവിൽ വന്നതിന് ശേഷം മാസം കാത്തിരിക്കവും ഹരിതകർമ്മസേനയിൽ ചേച്ചിമാര് കാത്തിരിക്കവും എല്ലാവരും. അത്രയ്ക്കും പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് വീട്ടിലും നാട്ടിലും. ഉണ്ട്, അത് ഉണ്ടാവാറുണ്ട്. അത് ഞങ്ങള് ചില ഡേറ്റ് ഒന്ന് മാറിയാല് എന്തേ വൈകിന്ന് ചോദിക്കും. സത്യമാണ്. എല്ലാ മാസവും വരുന്ന ഗസ്റ്റുകളാണ് നിങ്ങൾ. അത് തന്നെ, അത് അത്ര സ്നേഹത്തോടു കൂടിയാണ് നിങ്ങളെ കാത്തിരിക്കണമെന്ന് കൂടെ ആലോചിക്കണം. അതിൽ നമുക്ക് വേറെ മോശമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു. അതില്ലെന്നും പറയാൻ കഴിയും. ഇപ്പോൾ നമ്മളാളുകൾക്കുള്ള സ്വഭാവം, പക്ഷേ അവർക്ക് തിരുത്തേണ്ടി വരും. പിന്നെ ആദ്യം ഉണ്ടായിട്ടുള്ളവരുണ്ടാവും, പക്ഷെ അത് ഈ മരണന്മാരായിട്ടുള്ള ആളുകളുണ്ടാവും. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുക, അതിന് അത്ര തന്നെ ഉപയോഗിക്കുക. ആ വാക്കുകൾ കേൾക്കട്ടെ. അങ്ങനെ ചെയ്യുന്നവർ, ഞാൻ ഈ പറഞ്ഞ വാക്ക് അവർ കേൾക്കട്ടെ. അതെ അതെ. അല്ല, ഏത് സംവിധാനങ്ങളും ഫസ്റ്റില് തുടക്കത്തിൽ വരുമ്പോൾ അത് എല്ലാവരും ഉൾക്കൊള്ളണം എന്നില്ല. അതില് അപ്പൊ നമുക്ക് കുറെ ഇങ്ങനെ ഡിമെറിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ടാവുക. പക്ഷെ പിന്നീട് അത് എല്ലാവരിലും എത്തുമ്പോഴാണ് അതിൻ്റെ പോസിറ്റീവ് എന്തായിരുന്നെന്ന് അറിയുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആദ്യം റിജക്റ്റ് ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തി, അവരെ കാത്തിരിക്കുന്നു എന്ന സംവിധാനത്തിലേക്ക് വന്നില്ലേ? അതുതന്നെയാണ് ഹരിതകർമ്മസേനയുടെ വിജയവും. ഇപ്പം സാറ് പറഞ്ഞ മാതിരി ഞങ്ങളെ ചീത്ത പറഞ്ഞവരാണ് ഞങ്ങൾക്ക് ഈ ചായയും കടിയും തരുന്നത്. അതാണ് വലിയ അനുഭവം. കാരണം ആദ്യം ഈ വീട്ടിലേക്ക് കടന്നു വരണ്ട എന്ന് പറഞ്ഞവരാണ് ഞങ്ങളെ ചായയും കടിയും തന്ന് സ്വീകരിക്കുന്ന വീട്. ഏറ്റവും കൂടുതൽ വേഗം തരുന്നത് എന്ന് പറഞ്ഞാൽ മാസത്തിൽ കറക്റ്റായിട്ട് തരുന്നവർ അവരാണ്. അത് വലിയൊരു അനുഭവം തന്നെയാണ്. സത്യമാണത്.
അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ അനുഭവം ഇവിടെ. ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ആ വീട്ടിലേക്ക് കയറി ചെല്ലണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അവരെ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞവരുണ്ട്. അല്ല, അതിൽ വേറൊരു കാര്യമുണ്ട്. അതിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുള്ള മുൻ അനുഭവങ്ങളുണ്ടാവും. ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ ഈ ഒരു സ്ത്രീകളുണ്ട്, അവർ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പലതും വലിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, വലിയ തോതിൽ മോശം. അപ്പോൾ അങ്ങനെ ഒരു ചിത്രം കൂടി ചില സമയത്ത് ഇവരുടെ മനസ്സിൽ മുമ്പുണ്ടായിരിക്കാം. പിന്നീടാണ് അനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെ മാറുന്നത്. ഇവർ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാണ്, നമ്മളെ സഹായിക്കുന്നവരാണ്, നമ്മളോട് ഒന്നിച്ച് സഹജീവികളാണ് എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അതിൻ്റെ മാറ്റം നല്ല രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായിരിക്കും ഏറ്റവും നല്ല ഓണം ആഘോഷിക്കുന്നതാണ്. കാരണം പർച്ചേസ് ചെയ്യാൻ അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, കുട്ടികൾക്ക് വസ്ത്രം വാങ്ങാനുള്ള പൈസ ഉണ്ട്, ഓണമായിട്ട് അവർക്ക് കിട്ടുന്ന ധാരാളം ഗിഫ്റ്റുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഓണം ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുന്നത് കേരളത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങളായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായമാണ്, എനിക്ക് തോന്നുന്നു അങ്ങനെ. കാരണം ആരെയും ആശ്രയിക്കണ്ടല്ലോ. മറ്റേത് പായസത്തിൻ്റെ ഇത് വാങ്ങിയോ പപ്പടം വാങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ നടക്കണ്ടേ, നമ്മൾ വാങ്ങി കൊണ്ടുപോകല്ലേ. അതൊരു നല്ലൊരു അല്ലേ, മനസ്സിന് നല്ലൊരു സംതൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാനിവിടെ തുപ്രങ്കോട് പഞ്ചായത്തിൻ്റെ പേര് ധന്യന്നാണ്. ഞാൻ തുപ്രങ്കോട് പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനയാണ്. അപ്പോൾ ഞാൻ ഒരു 8 വർഷം മുന്നേ അബ്ദുറഹിമാൻ സാറ് ഇവിടെ ITCയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. പിന്നെ അമ്മ എൻ്റർപ്രൈസസ് അവിടെയും ജോലി ചെയ്തിരുന്ന ആൾ, 2 വർഷത്തോളം ജോലി ചെയ്തിരിക്കുന്നു. അങ്ങനെ സാറ് അന്ന് കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു ദിനത്തിൽ, തിരുവോണ ദിനത്തിൽ സാറെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച വെച്ചാൽ പലരും അവഗണനയോടെ കാണുന്ന ഒരു ജോബായിരുന്നു ഇത്. കാരണം ഹരിതകർമ്മ സേനാന്ന് ഇപ്പം തന്നെ ഞാൻ നിങ്ങൾ മന്ത്രിയുമായി ഒരു ചർച്ചയെ അവിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പലരും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് ഉയരങ്ങളിൽ എത്തുന്നിക്കോ ആ ഒരു പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ജോലിക്ക് പോയതെന്ന്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെച്ചാൽ ഒരുപാട് നമ്മൾ അവരുമായിട്ട് അടുപ്പമുണ്ടായി. കാരണം നമ്മളൊന്ന് കാണാതിരിക്കുമ്പോൾ അവർ എന്തേ വരാഞ്ഞത്, അങ്ങനെ നല്ലൊരു രീതിയിലുള്ള ഒരു അടുപ്പം. അപ്പോൾ നമുക്കൊരു സന്തോഷം, എന്നും ഒരു സന്തോഷമില്ലാത്തൊരു ദിവസം പോലും ഇതിൽ കൂടെ കടന്നു പോയിട്ടില്ല. നമുക്ക് ജോബ് നല്ല റിസ്ക്കുള്ള തന്നെയാണ്, പക്ഷെ ഒരുപാട് മാനസികമായിട്ട് നല്ല സന്തോഷമുള്ള ദിവസങ്ങളാണ്. കാരണം ഒരുപാട് ആൾക്കാരെ അവസ്ഥകൾ, ഓരോ വ്യക്തികളും വ്യത്യസ്തരാണെന്ന് നമുക്ക് തോന്നി തുടങ്ങിയത് വെച്ചാൽ ഇതിന് നമ്മൾ ഓരോ വീട്ടിൽ സന്ദർശിക്കുമ്പോൾ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ ആദ്യമൊക്കെ വെച്ചാൽ പരുക്കൻ സ്വഭാവമുള്ള ആൾക്കാരോട് നമ്മൾ അങ്ങോട്ട് ആദ്യം നിങ്ങളെന്താ ഇങ്ങനെ അങ്ങനെ, പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലായി പരുക്കൻ സ്വഭാവമുള്ള ആളിനെ നമ്മൾ സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്താണ്. അപ്പോൾ പിന്നെ അവരങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, ഞങ്ങൾ മാസം ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധമായിട്ട് വരണമുണ്ട്, ഒരു 50 രൂപയല്ലേ, 50 രൂപയ്ക്ക് ഇന്ന് എന്താ കിട്ടുക ചോദിക്കും ഞാൻ. അതുകൊണ്ട് നിങ്ങൾ മാസത്തിൽ ഒരു 50 രൂപ കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു നഷ്ടേ അല്ല. കാരണം നിങ്ങളൊരു മാസം ഉപയോഗിച്ച പ്ലാസ്റ്റിക്കിനാണ് 50 രൂപ. അത് നിങ്ങൾ അന്ന് ചിന്തിച്ച് നോക്കുന്നത്. അപ്പോൾ അവർ പറയും ശരിയാണെന്നുള്ള രീതിയിൽ അവർ വേസ്റ്റ് എടുത്ത് അങ്ങനെ എല്ലാം. ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ 18ാം വാർഡാണ്. പക്ഷെ എനിക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു വാർഡിനോട് ഭയങ്കര അടുപ്പാണ്. ഇപ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ച് എല്ലാ വാർഡും ഇറങ്ങി തീർത്ത്. പക്ഷെ അവർ പറയണ എന്താ ഈ വരാത്തെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആകെ ഒരു കുറച്ച് മാസങ്ങളുടെ പരിചയമേ ഉള്ളൂ, ഞാൻ ഇതിൽ വന്നിട്ട് അധികം ആയിട്ടില്ല. കാരണം അപ്പോൾ എന്നിട്ടും അവർ എന്നെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവരും ഞാനും കൂടി തമ്മിലുള്ള കോണ്ടാക്റ്റ് എത്രത്തോളാണെന്ന് ഞാൻ ആലോചിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം ഈ ദിനത്തിൽ ഞാൻ പറയുകയാണ്, ഹരിതകർമ്മസേന മോശം തൊഴിലാണ് ഒരിക്കലും എനിക്ക് തോന്നിയില്ല. എനിക്ക് നല്ല ഒരു ഇപ്പോൾ വീണ്ടും അവഗണനയുള്ള ആൾക്കാരൊക്കെ നമ്മളെ ഒരുപാട് പരിഗണിച്ച് തുടങ്ങി. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. നെഗറ്റീവ് കൺസെപ്റ്റിൽ വരുന്ന ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി സാറ് വന്നപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും എന്താണ് ഹരിതകർമ്മസേന എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഓണത്തെക്കുറിച്ച് പറയാം. ഇനി ഓണത്തിലേക്ക് കിടക്കാം. നിങ്ങളൊക്കെ എങ്ങനെ ഓണത്തിൻ്റെ പർച്ചേസൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ തുടങ്ങി. ഇപ്രാവശ്യം നിങ്ങളുടെ വരുമാനത്തിൽ തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ. ഒരു ഓണപ്പാട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പാടാൻ പറ്റുമോ? ഞാനൊരു പാട്ട് പാടാം. പക്ഷെ എനിക്ക് പാടാൻ, ഞാൻ എഴുതുന്ന ആളാണ്. ഞാൻ എഴുതിയ ബുക്കാണിത്, 2ാമത്തെ ബുക്കാണിത്. പക്ഷെ ഇതിൽ ഒരു കഥ വെച്ചാൽ ഇത് ഹരിതകർമ്മസേനയായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. മരിപ്പച്ച എന്നാണ് കഥയുടെ പേര്. പക്ഷെ പ്ലാസ്റ്റിക് കൊടുക്കാത്തൊരു വീടിന്ന് ഫസ്റ്റ് ഇങ്ങനെ ഓരോ വീട്ടിലും കയറി ഇറങ്ങുന്നതാണ്. പിന്നെ പ്ലാസ്റ്റിക് കൊടുക്കാത്തൊരു വീട് എപ്പോൾ ചെന്നാലും അവരെ മുന്നിലിട്ട് പ്ലാസ്റ്റിക് കത്തിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരാൾക്ക് ലങ് ക്യാൻസർ വരുന്ന ഒരു
കഥയാണ് ലാസ്റ്റ്. അങ്ങനെയുള്ളൊരു കഥയാണ് ലാസ്റ്റ്. അങ്ങനെ സമാപനം. പിന്നെ ലാസ്റ്റ് നമ്മൾ ആദ്യം അവഗണിച്ചവരൊക്കെ പിന്നെ മാടി മാടി വിളിക്കലടങ്ങി. കാരണം വരൂ ഇവിടെ വേസ്റ്റ് ഉണ്ട്, വരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ എഴുത്തിനോടാണ് ഇഷ്ടം, പക്ഷെ പാട്ടിനോട് ബന്ധമില്ല. എന്നാലും ഞാൻ ചെറുതായിട്ട് പാടിയേക്കാം. താളം. ഒന്നാം തിരുദേവി നിനക്കാരു തന്ന പൂവാടി, എനിക്കാരും തന്നതുമല്ല, ഞാൻ അറുത്തു ചൂടിയതുമല്ല. പിച്ചകത്തിൻ താഴെ കൂടെ പകിട കളിക്കാൻ പോകുമ്പോൾ പിച്ചകത്തിൻ തന്മുറിഞ്ഞിട്ടെൻ്റെ മുടിയിൽ ചൂടിയ പൂ, ആ പൂവും ചൂടി ഞാൻ ആറ്റരികിൽ പോയപ്പോൾ പൂമാല പൈതലെന്നെ പൂ പറിച്ചെറിഞ്ഞല്ലോ. നന്നായിട്ടുണ്ട് കേട്ടോ. നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കുമുട്ടില്ലതാനും, കള്ളവുമില്ല ചതിയുമില്ല, എല്ലോളമില്ല പൊളിവചനം, പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊക്കെ നന്നായിട്ട് ഓണസദ്യക്ക് ഒരുക്കുന്ന ആളുകളാണ്. ഓണസദ്യയുടെ പ്രത്യേകത ഉണ്ട്. ഓണസദ്യക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ നമ്മളിപ്പോൾ ഒരു ആഘോഷ ദിനമാണ്. ഇപ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ ആ സദ്യക്ക് എന്തെങ്കിലും ഒരു ഐതിഹ്യം ഉണ്ടാവുമല്ലോ, ഒരു കാര്യം ഉണ്ടാവും. ആ സദ്യയിൽ ഉള്ളൊരു പ്രത്യേകത ഉണ്ടാവും. അതെന്താണെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? ഞാനൊരു പറയട്ടെ. ചില പണ്ടൊക്കെ ചില വീടുകളിൽ ഒരു വലിയൊരു ഇല വെട്ടിയിട്ട് അതിൽ ആ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് ഓണത്തിന്. അതൊരു പ്രത്യേകതയാണ് കണ്ടിട്ടുള്ളത്. അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു, അതുകൊണ്ടായിരിക്കും അല്ലേ? അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഇപ്പോഴുണ്ട്. ആണോ? ഓ, ഇപ്പോഴുണ്ട് വീടുകളിൽ. ചില ഇവിടെ ഇരിക്കുന്നവരുടെ വീടുകളിലുണ്ട്. കണ്ടില്ലേ കക്ഷിയാണ് വീടുകളിൽ അതെ അങ്ങനെയാണോ? അതാ ഇല വെട്ടിയിട്ട് ഏട്ടനും അപ്പുറത്തെ വീട്ടിലെ ഏട്ടനും മക്കളും ഞങ്ങൾ എല്ലാവരും ആ ഇലയിൽ ഒരുമിച്ചിരുന്ന് കഴിക്കും. അതൊരു വലിയൊരു അനുഭവമാണത്. ആ, ഇനിയിപ്പോൾ അത് സാറ് ചോദിച്ച ആ ചോദ്യത്തിലേക്ക് എത്തി. പക്ഷെ മറുപടി ആയിട്ടില്ല. അതിനുള്ള മറുപടി കാണാൻ വിറ്റ് ഓണം ഉണ്ടാണ്. അത്രയും അങ്ങനത്തെ ഒരു ചൊല്ലുണ്ടല്ലോ. കാരണം അത്രയും ഓണസദ്യ എന്ന് പറയുമ്പോൾ അത്രയും സ്പെഷ്യലൈസ്. എന്താ അത് ഉത്തരക്ക് അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ചൊല്ലി കേട്ടിട്ടുണ്ട്. അതിലൊരു രുചിക്കൂട്ടുണ്ട്. ഓണസദ്യയിലെ രുചികൾ ഏതാണ്? അതാണല്ലോ അതിൻ്റെ പ്രത്യേകത. അതിൽ എല്ലാ രുചികളും ഉണ്ടാവില്ലേ? അതാണല്ലോ ഓണസദ്യൻ്റെ. മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇല്ലല്ലോ. മറ്റുള്ള പല രാജ്യങ്ങളും പല വിഭവങ്ങൾ ഉണ്ടാക്കും, പക്ഷേ വെജ് എന്നില്ല. അതിൽ ഇപ്പോൾ നമ്മളുണ്ടാക്കുന്ന എരിവ്, പുളി, ചവർപ്പ്, അങ്ങനെ മധുരം, അങ്ങനെ 6ഓളം രുചികളാണ് അതിലേറ്റവും പ്രധാനമായിട്ട് ഈ ഓണസദ്യ. പിന്നീട് പിന്നെ പലതും വന്നു. 17 കൂട്ട് 20 കൂട്ടൊക്കെ വന്നു. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട ആ ഒരു രുചികളാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രുചി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പുളി, നമുക്കുള്ള ഓരോരോ, അല്ലെങ്കിൽ എരിവ്, മധുരം, ആ രുചിക്കൂ അതിൻ്റെ ഓണസദ്യയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ രുചികളെ അറിയുക, അങ്ങനെയാണ് ഓണസദ്യ എന്നുള്ളത്. അത് നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഋതുഭേദങ്ങളിൽ ബന്ധപ്പെട്ടതുണ്ട്. എപ്പോഴും മഴക്കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഓണം ഉണ്ടാവുക. മഴ കഴിയുന്ന കാലത്താണല്ലോ ഓണം വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പ്രത്യേകതയുണ്ട് നമ്മുടെ ഈ ആഘോഷത്തിന്. കേരളത്തിൻ്റെ കാലാവസ്ഥയുമായി ബന്ധമുണ്ട്, മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയുമായി ബന്ധമുണ്ട്, സ്വഭാവവുമായി ബന്ധമുണ്ട്. മനുഷ്യന് ഏറ്റവും
കൂളായി നിൽക്കുന്ന സമാധാനപരമായി നിൽക്കുന്നൊരു കാലമാണ് ഈ മഴക്കാലം കഴിഞ്ഞ് ഭയങ്കര തണുപ്പും ഒക്കെ ആയിട്ട് വരുന്നത്. പൂക്കാലം അങ്ങനെ പലതുമുണ്ട്. ഏറ്റവും സന്തോഷമുള്ളൊരു കാലഘട്ടമാണ് ഇത്. ആ ഓണസദ്യയുടെ ഒരു പ്രത്യേകത അതാണ്. അതല്ല, അതിലപ്പുറത്ത് ഈ അതിൽ സദ്യയിൽ വിളമ്പുന്ന കൂട്ടുകളുടെ പ്രത്യേകതയാണ്, രുചികളുടെ പ്രത്യേകതയാണ്. വ്യത്യസ്തങ്ങളായ രുചികൾ ഒന്നിച്ച് നമ്മളതിനെ ആസ്വദിക്കുക. പക്ഷെ പഴയ കാലത്തിന്റെ ഒരു മധുരം ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. കാരണം അന്നൊക്കെ പൂവ് നുള്ളാൻ പോവാന്ന്, തുമ്പപ്പൂ, ഈച്ചപ്പൂ, മുക്കുറ്റി, അതൊക്കെ ഒരു ഭംഗിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താന്ന് പോലും അറിയില്ല തുമ്പപ്പൂ എന്താ. കാരണം ഇപ്പോൾ ഒക്കെ റെഡിമെയ്ഡ് പൂവല്ലേ. അപ്പോൾ ആ ഒരു കാലം ഒരു വലിയൊരു നഷ്ടമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. കാലഘട്ടത്തിന്റെ ഒരു മാറ്റാണ് അത്. നമുക്ക് നമ്മളെ മക്കളെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മളെ വീട്ടിൽ നമുക്ക് ഫോളോ ചെയ്ത് തന്നൊരു സംഭവം നമ്മൾ അതുപോലെ വന്നു. പക്ഷെ നമ്മൾ ഇവിടെ എത്തുന്നപ്പോൾ നമ്മൾ പാടത്തുമ്പില്ല, പൂക്കളില്ല, നെല്ലില്ല. അപ്പോൾ നമുക്ക് പിള്ളേരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ വരുന്ന ഫ്ലവർ മേടിക്കുക എന്നല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ. പഴയ ഓണം ശരിക്കും അതായിരുന്നു ഭംഗി. ഇന്നത്തെ കുട്ടികൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് അവർക്ക് അറിയില്ല. അന്ന് ഇല്ലായ്മയിലും നമ്മൾ ഭയങ്കര ആസ്വദിക്കുകയായിരുന്നു ചെയ്തിരുന്നു. ഈ മുമ്പൊക്കെ തന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കാണുന്നത് ഓണം അത്തം വരുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ ഓല ചീന്തി അതിൽ നിന്ന് കിട്ടുന്ന ആ ഓലക്കൊടി കൊണ്ട് ഒരു വട്ടി ഉണ്ടാകും. ആ വട്ടിയും കൊണ്ടാണ് പിന്നെ പല കുട്ടികളും സ്കൂളിൽ വരുമ്പോൾ ആ വട്ടി കയ്യിലുണ്ടോ. സ്കൂൾ വിട്ട് വരുമ്പോൾ പൂ പെറുക്കിയാണ് അടുത്ത ദിവസത്തേക്കുള്ള പൂ പെറുക്കിയിട്ടാണ് പോവുക. അതിപ്പോഴും നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല. പക്ഷെ അങ്ങനെ വലിയൊരു അനുഭവം ഉണ്ട്. ഈ പാടങ്ങളിലൊക്കെ നടന്ന് ചളിയൊക്കെ പിടിച്ച് അങ്ങനെയാണ് വീട്ടിലെത്തുക. ഒരുമിച്ച് കൂട്ടായിട്ടാവും പോകുന്നത്. ഒറ്റയ്ക്ക് പോയിട്ടൊന്നുമില്ല. ഒരു പാട്ടൊക്കെ പാടി എങ്ങനെ വരമ്പത്തു കൂടെ ഒക്കെ പോയിട്ട് ഈ തുമ്പ ഒക്കെ അത്രയും ആ വട്ടി നിറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന റിസ്ക് എന്തായിരുന്നു. പക്ഷെ അപ്പോഴും ഓണം എന്നുള്ളതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നത്. ആ തുമ്പ പറിക്കുന്ന സമയവും ഇതൊന്നും നമുക്ക് വിഷയമല്ല. ഒരു വട്ടി തുമ്പപ്പൂവായിട്ട് വീട്ടിലെത്തണം എന്നേ വിചാരിച്ചിട്ടുള്ളൂ. തറയിൽ ആ പൂവിടുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്. അതായിരുന്നു ആ ഓണം. വികസനം വരുമ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. വികസനം എന്നുള്ളതല്ല, നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചു. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഭൂസ്ഥിതി കുറവാണ്. കെട്ടിടങ്ങൾ ധാരാളം ഉണ്ടായി. അങ്ങനെ വരുമ്പോൾ അതിൽ വികസനത്തിനപ്പുറം ആവശ്യമായി മാറി ഇതൊക്കെ എടുക്കുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ മുമ്പ് നടന്നു വരുന്ന ഒരു വീട് കഴിഞ്ഞാൽ ചിലപ്പോൾ 100-200 മീറ്റർ കഴിഞ്ഞിട്ടോ അടുത്ത വീടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല, അടുത്തടുത്ത് വീടുകളെ. അപ്പോൾ ആ സ്ഥലം ആവശ്യം വന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയുന്നില്ല എന്നല്ല. അപ്പോൾ അതൊരു കാലത്തിൽ വരുന്നൊരു മാറ്റമാണ് സാർ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, കൂട്ടുകുടുംബം ഇല്ലാതായി. കാരണം തൊട്ടടുത്ത് അന്നൊക്കെ വെച്ചാൽ ഏട്ടനും അനിയനും എല്ലാവരും ഒന്നിച്ചൊരു വീട്ടിലായിരുന്നു. ഇപ്പോൾ അവർ കല്യാണം കഴിഞ്ഞ ഒരു 4-5 വർഷം ആകുമ്പോഴത്തേന് മാറണം എന്നുള്ള ചിന്ത വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അടുത്തടുത്ത വീടുകൾ വരാൻ കാരണം എന്ന് എൻ്റെ അഭിപ്രായം. ശരിയാണ്, ചിന്താഗതിയിൽ വരുന്ന മാറ്റമുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം എന്താ, മുൻകാലങ്ങളെ അപേക്ഷിച്ചിപ്പോൾ മലയാളികൾ പുറത്തു വരുന്ന വാർത്തകൾ ശുഭകരമല്ല. ജാതീയമായിട്ടുള്ള വലിയ തോതിൻ്റെ വ്യത്യാസം ഉണ്ടാകുക, മതഭ്രാന്ത് വളരെ കൂടിയൊരു കാലഘട്ടമാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഓണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ എവിടെ ചെന്നാലും ഓണസദ്യയും ഓണ കൂട്ടായ്മകളുണ്ട്. അത് കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ എല്ലാ രാജ്യക്കാരെയും വിളിച്ച് ഓണസദ്യ കൊടുക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം തന്നെ ഓണത്തിൻ്റെ വലിയ കൂട്ടായ്മകൾ ഇപ്പോൾ രൂപപ്പെട്ടു വരും. ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഓണസദ്യകൾ, ഗ്രാമങ്ങളിൽ ഓണസദ്യകൾ. മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഓണത്തിന് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുക. പക്ഷേ ഇപ്പം അത് മാറി. അപ്പോൾ ഈ ആഘോഷം നാടിൻ്റെ തന്നെ ഒരു ആഘോഷമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആ ഒരു ദിനം എന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ച് ആഘോഷിക്കാനുള്ള ദിവസം. നമ്മൾ ഒന്നാണ്. ആരും വിചാരിച്ചാലും നമ്മൾ വേർതിരി അല്ലെങ്കിൽ
മാറ്റാൻ കഴിയില്ല എന്നുള്ളത് വലിയൊരു സന്ദേശം കൂടി പുതിയ കാലത്ത് ഓണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ രീതിയിൽ നമ്മൾ പുതിയ തലമുറ അത് പറഞ്ഞു പഠിപ്പിക്കും. എങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ തനതായിട്ടുള്ളൊരു സംസ്കാരം, നമ്മൾ വളർന്നു വന്ന സംസ്കാരവും ആ രീതിയും നിലനിർത്തി പോകാൻ കഴിയും. ഇതിനുള്ളിൽ കയറി ഇതിനെ ഛിദ്രശക്തികൾ ഇതിനെ ചുരുപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ കുറ്റപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു ദിനമായി തന്നെ നമുക്ക് ഓണത്തിന് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ അനുഭവങ്ങൾ എനിക്ക് കാണിച്ചു തന്നത്. സാറ് ഓണം എങ്ങനെ ആഘോഷിക്കല്? കാരണം വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാവും. ഓ, അവിടെ ഒരു ദിവസം നല്ല സദ്യ ഉണ്ടാവും. ഓണം ആ ദിവസം ചിലപ്പോൾ അടുത്തെല്ലാം വിളിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം നമ്മളവിടെ ഓണസദ്യ, തിരുവോണത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നാം ഓണം ഉണ്ടാവും. രണ്ടാമതൊരു ദിവസം നല്ല സദ്യ ഉണ്ടാവും. നമ്മുടെ ഭാര്യ നന്നായി ഓണസദ്യയൊക്കെ വെക്കും. 10-22 കൂട്ടും പായസങ്ങളൊക്കെ ഇലയിൽ വിളമ്പി നമ്മുടെ എല്ലാ വീട്ടുകാരും വരും. നമ്മുടെ ബന്ധുക്കളെല്ലാം വരും, എല്ലാവരും വരും. പുതിയ നല്ല കസവിൻ്റെ തുണിയൊക്കെ എടുക്കും. അങ്ങനെ പുതുവസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ്. അങ്ങനെ തന്നെയാണ് ഞങ്ങളൊക്കെ ആഘോഷിക്കും. ആ ദിവസം നല്ല കസവ് കൊണ്ടൊക്കെ എടുത്തിട്ടാവും ഉണ്ടാവും. അതൊരു എല്ലാവരും ആഘോഷമാണ്, എല്ലാവർക്കും ഒരു ഇഷ്ടമാണ് അത്. ഇപ്പോൾ അവരെല്ലാം തന്നെ ഇപ്പോൾ സാരി, അവരെല്ലാം തന്നെ കസവ് സാരിയൊക്കെ വേണം. എല്ലാവരും കുട്ടികളും എല്ലാവരും ഉപയോഗിക്കും. അങ്ങനെ അങ്ങനെ നമ്മളെ വീടുകളിൽ അത് ഇപ്പോഴല്ല, വർഷങ്ങളായി കാലങ്ങളായിട്ട് തുടരുന്ന ഒരു കാര്യമാണ്. അതൊരു വലിയൊരു അനുഭവമാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് നമ്മുടെ എല്ലാവരുടെയും ആഘോഷമാണ് എന്നുള്ളൊരു മെസ്സേജാണല്ലോ അതിലൂടെ നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. അതെ, എല്ലാം അത് പെരുന്നാളായിക്കോട്ടെ, ക്രിസ്തുമസ് ആയിക്കോട്ടെ, ഓണായിക്കോട്ടെ, എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. എല്ലാവരും ആഘോഷിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ ചെറിയ കാലഘട്ടത്തിൽ പെരുന്നാളാണെങ്കിൽ അപ്പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ വിളിക്കും. ഓണത്തിന് ഞങ്ങളുടെ വീട്ടിലുണ്ടാവും ആളുകൾ. എല്ലാ പരിപാടിക്കും നമ്മൾ അവിടെ ജാതി മതമായിട്ടുള്ള ഒന്നുമില്ല. ഒരു ജനതയുടെ ആഘോഷമായിട്ട് കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓണം നമ്മൾ ചെറുപ്പകാലം മുതലേ പഠിച്ചു വരുന്നൊരു സംഭവമാണ്. കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് ഓണം എന്നുള്ളത്. അതിലൊരു മാറ്റവും ഇല്ല. പിന്നെ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത്തരം ആഘോഷവേളകളിൽ ക്ഷണനം കിട്ടുന്നത് നമ്മൾ ഹരിതകർമ്മ അംഗങ്ങൾക്കാണ്. പെരുന്നാളായാലും അല്ലേ, എല്ലാവരും വിളിക്കൂലേ ഭക്ഷണത്തിന്? വിളിക്കും. അതൊരു കൈമാറ്റമാണ്, ഒരു ആശംസകൾ കൈമാറുക എന്നുള്ളൊരു സാധനം. അത് വലിയ ബന്ധമാണ്. എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ ഒരു പഞ്ചായത്തിൽ 10-20 അംഗങ്ങളല്ലേ, എത്ര ഇപ്പം നിലവിൽ ഏറ്റവും 50ഓളം ഉണ്ടോ? നിങ്ങളൊരു പരസ്പര സഹായ നിധി രൂപീകരിക്കും. എൻ്റെ ഒരു അഭിപ്രായമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലുള്ള ഹരിതകർമ്മസേനാംഗങ്ങൾ ഒരു ചെറിയ തുക ഒരു ദിവസത്തിലോ ഒരു മാസത്തിലോ എല്ലാവരും എടുക്കുക. എല്ലാവരും എടുത്ത് അതൊരു സ്ഥലത്ത് നിക്ഷേപിക്കും. അതിൽ നിന്നും അടിയന്തര സഹായം ഒരാൾക്ക് വന്നു അവരെ സഹായിക്കാൻ പറ്റും. അവരത് ആവശ്യം കഴിഞ്ഞ് തിരിച്ചു തരട്ടെ. ആ രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകണം. അപ്പോഴേ നിങ്ങളെ അടിയന്തരമായി നിങ്ങൾക്ക് വരുന്ന പെട്ടെന്നൊരു അസുഖം വന്നു മറ്റുള്ളവരെ തിരഞ്ഞെടുക്കണ്ട. നല്ലൊരു ആശയമാണത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ആലോചിക്കണം. അത് നിങ്ങൾ തന്നെ ആലോചിക്കണം, അതിന് മറ്റാരെയും ആവശ്യമില്ല. നിങ്ങളെ പഞ്ചായത്തിലുള്ള സംഘങ്ങൾ നിങ്ങൾ ആലോചിക്കണം. ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് 1 മാസത്തെ ലീവ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് 1 മാസത്തെ സാലറി ആയിട്ട് കൊടുക്കാറുണ്ട്. മക്കളുടെ കല്യാണമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനും ഞങ്ങൾ ഹരിതകർമ്മസേന സഹായിക്കാറുണ്ട്. അതെ, താന്നാളൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ താന്നാളൂർ ഗ്രാമപഞ്ചായത്തിലാണ്. സുഖമില്ലാത്തവർക്ക് ഞങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട്, മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം മന്ത്രി സാറ് പറഞ്ഞ മാതിരി ഞങ്ങൾ അതിനായിട്ടൊരു ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾ അത് ബാങ്കിൽ അടച്ചിട്ട് ആവശ്യം വരുന്ന ആൾക്കാർക്ക്, സുഖമില്ലാത്തവർക്ക് ലീവ് എടുക്കേണ്ടി, അത്യാവശ്യം ഈ സുഖമില്ലാതെ ലീവ് എടുക്കുമല്ലോ, അവർക്ക് കൊടുക്കാനായിട്ട് ഇപ്പോഴും ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൽ 20-ാം വാർഡിൽ
ഒരു പിന്നെ രോഗിക്ക് കിഡ്നി പേഷ്യൻ്റ് സാറിന് അറിയാണ്ടാവും, ഇപ്പോൾ പൈസ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ എല്ലാ ഹരിതകർമ്മസേന അംഗങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞതല്ല, അപ്പുറം നിങ്ങളുടെ വെൽഫെയറിന് വേണ്ടി ഒരു നിധി രൂപീകരിക്കുക, അത് മറ്റുള്ളവരെ സഹായിക്കുക, അതൊക്കെ അത് ചെയ്യണം. അത് നമ്മളുടെ ബ്ലഡിലുള്ള കാര്യമാണ്, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞാണ് മറ്റുള്ളവരെ സഹായിക്കുകയാണ്. ഇപ്പം നമ്മൾ 25 ആൾ അല്ലെങ്കിൽ 50 ആളുണ്ട്. 50 ആളും ഒരു മാസത്തിൽ ഒരു നിശ്ചിത തുക നമ്മൾ ആ നിധിയിൽ അടക്കുന്നു. ആ രീതിയിൽ ആ നിധിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കും അധികം ഭാരം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരാൾ 50 രൂപയാണ് അടക്കുന്നത് അല്ലെങ്കിൽ 100 രൂപയാണ് ഏറ്റവും ചുരുങ്ങിയത് അടക്കുന്നതെങ്കിൽ ആ സാധനം ഗ്രോത്തായി വരും. പിന്നെ ഒരു സമയത്ത് നിങ്ങൾ ഒരാൾ ജോലി നിർത്തി പോവുകയാണെങ്കിൽ ആ പണം അവർക്കുണ്ടാവും. ആ രീതിയിൽ ആലോചിക്കും. സാർ അങ്ങനത്തെ ഒരു ഫണ്ട് ഉണ്ടല്ലോ, കൺസോഷ്യം ഫണ്ട് എന്നുള്ള ഒരു ഇതിൽ 300 രൂപ മാസം അടക്കിയിട്ടുണ്ട്. പക്ഷേ കൺസോഷ്യം ഫണ്ട് നമുക്ക് പിരിഞ്ഞു പോകുമ്പം കിട്ടില്ല. 40% നമുക്ക് കിട്ടുള്ളൂ. 60% അവിടെ പിടിച്ചു വയ്ക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ള മന്ത്രിയുടെ അടുത്ത് ശ്രദ്ധ ഒരാളിപ്പോൾ പോയി, അവർ പ്രായമായിട്ട് തന്നെ അവർ വേറെ കല്യാണം കഴിച്ച് പോയി, ഹസ്ബൻഡ് മരിച്ചിരുന്ന ആളാണ്. പക്ഷെ അവർക്കത് മുഴുവൻ കൊടുത്തു, അവർ പിടിച്ചു വെച്ച പൈസ ഒക്കെ അവർക്ക് കൊടുത്തു. പക്ഷെ ഞങ്ങളുടെ പഞ്ചായത്തിൽ എങ്ങനെയാണ് പറഞ്ഞത് 60%. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയല്ലോ. അല്ല, നമ്മളെ ഫണ്ട് പിടിച്ച് വെക്കേണ്ട നമുക്ക് എന്തെങ്കിലും സാഹചര്യം വയ്യായിക എന്തെങ്കിലും അസുഖമായിട്ട് പോണ്ട് വന്നിട്ട് നമ്മളെ ഫണ്ട് അവിടെ പിടിച്ചു വെക്കാനുള്ള ആവശ്യം എന്താണ്, അതാ ചോദിക്കുന്നത്. അല്ലെ, കൺസോർഷ്യം തുടങ്ങുമ്പോൾ നിങ്ങൾ തീരുമാനിച്ചാൽ മതിയല്ലോ എന്ത് ചെയ്യണം. പിടിച്ചു വെക്കേണ്ട 60% എന്താ നമ്മളെ ക്യാഷ് അല്ലേ? കാരണം വേറെ ഒന്നും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് പിടിച്ചു വെക്കേണ്ട ആവശ്യം എന്താ? സംരംഭമായിട്ടാണ് തുടങ്ങുന്നത്. സംരംഭം എന്നാണ് പറയുന്നത്. മന്ത്രിയുടെ സാർ ശരിക്കൊരു പരിഗണന ഉണ്ടെന്ന് പറഞ്ഞ പോലും ഹരിതകർമ്മസേനയ്ക്ക് ശരിക്കൊരു പരിഗണന ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം മഴ ഇല്ല, വെയിലില്ല, അത്ര എല്ലാത്തിനും അതിജീവിച്ച് നായ്ക്കളൊക്കെ എത്രയോ ഓടി വന്നിട്ടുണ്ട് പിന്നാലെ, എന്നിട്ടും അതിജീവിച്ച് പോയിട്ടും ഇപ്പോഴും അവർ തരുന്ന യൂസർ ഫീ അതാണ് ഞങ്ങളുടെ സാലറി, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. അതിനെപ്പറ്റി സാർക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഒരു മാറ്റം വരുമോ? ഇതിലേ പറയാം, ഇതൊരു വളണ്ടിയർ ജോബ് കൂടിയാണ്. ഒരു തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുക, നിലവിലുള്ള തൊഴിലേക്ക് എടുക്കുകയല്ല. അപ്പോൾ ഒരു സൃഷ്ടിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന വലിയൊരു സാമ്പത്തിക ബാധ്യത നിങ്ങൾ പറയുന്ന പോലെ ഉണ്ടാവും. പക്ഷേ നിലവിൽ ഇപ്പോഴുള്ള സംവിധാനം, മുമ്പ് ഇപ്പോൾ മുനിസിപ്പാലിറ്റികളിൽ ഒക്കെ തന്നെ ഈ ഒരു ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു. ഇപ്പോൾ ഇതിനെ ഇതിൻ്റെ ഭാരിച്ചൊരു ചെലവ് കൂടി സർക്കാർ എന്ന് പറഞ്ഞാൽ പല നികുതികളിൽ നിന്ന് കിട്ടിയിട്ടാണ് വരുന്നത്. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പരിധിയുണ്ട്. അവർക്ക് കിട്ടുന്ന പണമല്ല അവർക്ക് ചെലവഴിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ അതാണ് ഈ ഒരു സംവിധാനത്തിലേക്ക് വരാൻ തന്നെ കാരണം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക, അതിൻ്റെ കൂടെ നാടിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം മലിനനിർമ്മാർജ്ജനം, അതിൽ ശ്രദ്ധ പതിപ്പിക്കുക. അതാണ് ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഇത്രയും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഘട്ടങ്ങളായി വരും മാറ്റങ്ങൾ വരും. കോട്ട്, മാസ്ക്, ഗ്ലൗസ് അതൊക്കെ എല്ലാത്തിനും പഞ്ചായത്ത് സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും വാർഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അപ്പോൾ പഞ്ചായത്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ സാർമാരെ നിർത്തി പോകുന്നോളും വർക്ക് എടുക്കണ്ട, അങ്ങനെയൊക്കെ അത്രയും എല്ലാത്തിനും സപ്പോർട്ട്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ സപ്പോർട്ട് തന്നെയാണ്. ഇപ്പോൾ ധന്യ പറഞ്ഞതിലുള്ള കാര്യം, ജോലി എന്നുള്ള രീതിയിലേക്ക് പെർമനന്റ് എന്നതിലേക്ക്, അതിലാണ് ഈ കൺസോർഷ്യം ഫണ്ടും ഒക്കെ തന്നെ ഇനി വരുന്നത്. പ്രതീക്ഷിക്കാൻ പറ്റും സാർ, വെറുതെയെങ്കിലും. അല്ല, അതൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇനി ക്ഷേമനിധി പെൻഷനിലൊക്കെ വരും, മാറി വരും. മുമ്പൊക്കെ എല്ലാം ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. കുടുംബശ്രീ വരുന്ന സമയത്തും ഇങ്ങനെയൊക്കെ തന്നെയല്ലായിരുന്നോ? കുടുംബശ്രീയിലും കുറേ കഴിഞ്ഞപ്പോൾ കുടുംബശ്രീ എല്ലാ പരിപാടിയും അവരെ ഏൽപ്പിക്കുന്ന ഒരു മാറ്റം വന്നില്ലേ? എന്ത് പരിപാടിയായിക്കോട്ടെ, ഓണത്തിൻ്റെ ആയാലും ശരി. ഇപ്പോൾ സ്റ്റാളുകൾ, ഇപ്പോൾ ഞാൻ എടപ്പാളുകാരിയാണ്, എടപ്പാൾ ഇപ്പോൾ പൂരാട വാണിഭം വരുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റാൾ മൊത്തം കുടുംബശ്രീകാരാണ് ചെയ്യുന്നത്. ബ്ലോക്കിൽ പോയി നോക്കിയാൽ കുടുംബശ്രീകാരാണ്. പക്ഷേ അതും തുടക്കത്തിൽ ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്.
അക്ഷയ സെൻറ്റർ വന്ന സമയത്ത് അത് ഫേസ് ചെയ്തിട്ടുണ്ട്. പുതുതായി വരുന്ന എല്ലാ സംവിധാനങ്ങളും കുറച്ച് കാലഘട്ടം വരെ ഇതൊക്കെ ഫേസ് ചെയ്യണം. പിന്നെ നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ ഇതുപോലെ അധികാരികളുടെ അടുത്ത് എത്തിക്കുന്ന സമയത്താണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ പ്രതീക്ഷിക്കാം, കാത്തിരിക്കേണ്ടി വരും. കാത്തിരിപ്പ് ഒരു സുഖമുള്ള കാര്യമല്ലേ? ഇത് മൊത്തം ഹരിതകർമ്മസേന തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഹരിതകർമ്മസേനയെ തന്നെയാണ് ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഹരിതകർമ്മസേന സെക്രട്ടറി പ്രസിഡന്റുമാർ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. പഞ്ചായത്ത് നമുക്ക് യൂണിഫോം തരുന്നു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് ചെയ്യണമെന്നുള്ളൂ. ബാക്കിയെല്ലാം ഹരിതകർമ്മസേനയുടെ തന്നെയാണ് ഉത്തരവാദിത്വം തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സമ്പാദ്യത്തിലോ നിങ്ങളെ ശമ്പളത്തിൽ ഒരു കാരണവശാലും ഗവൺമെന്റോ പഞ്ചായത്തിലോ ഇടപെടില്ല. നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക, നിങ്ങൾക്കുള്ള സെക്യൂരിറ്റി, അതാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടി വരുമെന്ന് പറഞ്ഞു. നമ്മുടെ ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് അതിന് കഴിയില്ല. കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ധാരാളം വ്യവസായ സംരംഭങ്ങളുള്ള ഒരു ഏരിയയാണ്. അവിടെ ധാരാളം അത് കളക്ട് ചെയ്യാൻ കിട്ടും. ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി ആയാലും താന്നുള്ള പഞ്ചായത്തായാലും അതിനൊരു പരിമിതി. പിന്നെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ അത് ആലോചിക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാം. ഈ മാലിന്യം കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് 1250 രൂപ ഞങ്ങൾക്ക് ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അതിലും ഗവൺമെൻറ്റിനോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. അതൊരു നല്ല ഗിഫ്റ്റ്. 1250 രൂപ തന്നിട്ടുണ്ട് ഗവൺമെൻറ് ഹരിതകർമ്മസേനയ്ക്ക്. ഫാമിലിയുടെ മൊത്തം കാര്യമല്ല, നിങ്ങളുടെ ഓരോ അംഗങ്ങൾക്കുള്ള എന്നാലും അവര് ഞങ്ങളെ ഓർമ്മിക്കുന്നു. അതിലാണ് വലിയ സന്തോഷം, അഭിമാനമൊക്കെ തോന്നുന്നത്. അതാണ് നമുക്കാണ് അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഹരിതകർമ്മസേനയ്ക്ക് ന്യൂസായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഹരിതകർമ്മ. അപ്പം അവരെല്ലാവരും ചോദിക്കണത് ഇത്രയും പരിഗണനയോ നിങ്ങൾക്ക് ഹരിതകർമ്മസേനയ്ക്ക്? അത് സന്തോഷമല്ലേ? അതെ, നമ്മളെ ശ്രദ്ധിക്കില്ല എല്ലാവരും. ഇത്രയും നേരം നമ്മുടെ ഹരിത ഓണം എന്ന പരിപാടിയിൽ ഞങ്ങളുടെ കൂടെ കുറച്ചു നേരം വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ച ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുൾ റഹ്മാൻ സാറിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ നമ്മുടെ നാടിൻ്റെ ശുചിത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഹരിതകർമ്മസേനയിലെ എല്ലാ അംഗങ്ങൾക്കും ഈ ഒരു അവസരത്തിൽ CTV പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. കേരളം ഏറെ കാലമായി ആഗ്രഹിച്ച ഒരു കാര്യമാണ് മാലിന്യമുക്ത കേരളം എന്നുള്ളത്. ഇന്ന് കേരളം മാലിന്യമുക്തമാവുകയാണ്. ആ വലിയ സ്വപ്നം, മാലിന്യമുക്ത കേരളം എന്നുള്ള സ്വപ്നത്തിലേക്ക് നമ്മൾ നയിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ സഹോദരിമാരാണ്, കേരളത്തിലെ ഹരിതകർമ്മസേനയാണ്. ഈ ഒരു സന്തോഷകരമായ നാളിൽ ബോളത്തോടനുബന്ധിച്ച് സേനാംഗങ്ങളോടൊപ്പം ഒന്നിച്ചിരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് ഓർമ്മകൾ, ഓണവുമായി ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ പങ്കുവെക്കാൻ കഴിഞ്ഞു. നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റി. ഇതൊരു വലിയ അനുഭവമായി ഞാൻ കാണുകയാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും ഏറെ സന്തോഷത്തോടെയാണ്. കാരണം കഴിഞ്ഞ 9 വർഷമായി വർഗീയ കലാപങ്ങളിൽ എല്ലാ മേഖലയിലും വികസന പ്രവർത്തനം, ആരോഗ്യം, വിദ്യാഭ്യാസം, എല്ലാ മേഖലയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും സന്തോഷകരമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. ചെറിയ പ്രശ്നങ്ങളൊക്കെ ചെറുത് ഉണ്ടായിരിക്കാം, അത് മാനുഷികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഒഴിച്ചാൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഏറ്റവും സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ് ഈ ഓണം നാൾ. അതിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. എല്ലാവർക്കും, ഹരിതകർമ്മസേനാംഗങ്ങൾ, ADCVയിലെ പ്രേക്ഷകർ എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസ. നന്ദി.